ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ബാലചന്ദ്രനും അനൂപും കൂടി ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എതിരെ വരുന്നുണ്ട് ഗോപാലൻ നായർ. ബാലചന്ദ്രൻ അനൂപിനോട് പറയുന്നു, എടാ ആ വരുന്ന നിൻ്റെ അച്ഛനല്ലേടാ, നോക്കിക്കേടാ. അങ്ങനെ ബാലചന്ദ്രൻ കാറ് ഗോപാലൻ നായരുടെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങി വരുവാണ് വെളിയിലോട്ട്. ബാലചന്ദ്രൻ ഗോപാലനോട് പറയുന്നു, അളിയ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട. ഇല്ല, അളിയനിത് കേട്ടേ പറ്റൂ. ഈ ലോകത്ത് അളിയൻ അവകാശപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്. ഗോപാലേട്ടനും കാറിനകത്തോട്ട് നോക്കുന്നുണ്ട്. അനൂപ് അതിനകത്തിരിക്കുന്ന കണ്ടു. പക്ഷെ അനൂപ് വെളിയിലോട്ട് വരാത്തിൽ ഗോപാലേട്ടന് നല്ല പരിഭവമുണ്ട്. ഞാനേ അനൂപ് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോവുക. എന്നിട്ടേ അച്ഛനെന്ന നിലയിൽ അളിയനും കൂടെ അങ്ങോട്ട് വരണം. ഓ പിന്നെ ഒരച്ഛൻ, എന്നിട്ട് അവനെന്താ കാറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാഞ്ഞത് എന്ന് ഗോപാലേട്ടൻ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അവൻ എങ്ങനെ നിങ്ങളെ കണ്ടുകൊണ്ട് ഇറങ്ങും? നിങ്ങൾ അവനോടും അവൻ്റെ അമ്മയോടും കാണിച്ചത് എന്താ? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയോ? ജന്മം തന്ന അമ്മയോട് അവനും കാണില്ലേ ചില ഉത്തരവാദിത്തങ്ങൾ? അമ്മ മരിച്ചപ്പോൾ വരാത്ത അച്ഛനോട് മനസ്സ് തുറന്ന് അവന് മിണ്ടാൻ മടി കാണും. എന്നിട്ട് ഇപ്പോൾ എന്ത് പറ്റി അച്ഛനെ വേണമെന്ന് തോന്നാൻ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കാനേ അച്ഛനെന്ന ഈ കോലം വേണമല്ലോ, അതിനായിരിക്കും ഇല്ലേ? അപ്പോൾ അളിയൻ തന്നെ സമ്മതിച്ചു, അവൻ്റെ ജീവിതത്തിൽ അളിയൻ ഒരു കോലമായിട്ട് മാത്രമാണ് നിന്നതെന്ന്. അനൂപ് അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ ഗോപാലട്ടനെ ഒന്ന് നോക്കുക പോലും അവൻ ചെയ്യുന്നില്ല. അവനാകെ വിഷമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതങ്ങനെ ആകാനല്ലേ ചാൻസ് ഉള്ളു. അവൻ്റെ അമ്മ മരിച്ചെന്ന് അറിയിച്ചിട്ട് പോലും അച്ഛനെന്ന് പറയുന്ന ഈ മനുഷ്യൻ അങ്ങോട്ട് ചെന്നോ? ബാലേന്ദ്രൻ ഗോപാലേട്ടനെ വിടാൻ ഒരു പ്ലാനുമില്ല. എന്തിനാളിയാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെ ക്ഷേത്രങ്ങൾ തോറും പോയി പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടിയാ? ആരെ ബോധ്യപ്പെടുത്താനാ? ഇങ്ങനെ നടക്കുന്നതിനിടയിൽ നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ, നിങ്ങളെ ആർക്കെങ്കിലും വേണ്ടി ജീവിച്ചിട്ടുണ്ടോ എന്ന്? ഒരാൾക്ക് വേണ്ടിയും നിങ്ങൾ ജീവിച്ചിട്ടില്ല. പിന്നൊരു കാര്യം, നാട് മുഴുക്ക നടന്ന് സംബന്ധം ചെയ്തു, അതും നിങ്ങൾക്ക് വേണ്ടി മാത്രം. അതിലുണ്ടാകുന്ന മക്കൾക്കോ ഭാര്യമാർക്കോ യാതൊരു ഗുണവുമില്ല. എൻ്റെ ചേച്ചി മരിച്ചപ്പോൾ അളിയൻ വന്നില്ലെന്നുള്ളത് പോട്ടെ, അമ്മ മരിച്ച സങ്കടത്തിലിരുന്ന സ്വന്തം മകനെ വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിച്ചോ? അത് കേട്ടിട്ട് ഗോപാലട്ടൻ ചോദിക്കുന്നു, ഓ അതിൻ്റെ സങ്കടം തീർക്കാനായിരിക്കും അവനിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. ദാണ്ട അളിയ, ഒരു കാര്യം പറഞ്ഞേക്കാം, ചുമ്മാ തർക്കിച്ചേ അളിയനായിട്ട് തന്നെ അളിയൻ്റെ സ്ഥാനം കളയല്ലേ. സ്വന്തം മകൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും മംഗളകരമായ ഒരു കാര്യമാണിത്. അപ്പോൾ അതിൽ പങ്കുകൊണ്ട് അവനെ അനുഗ്രഹിക്കുന്നതിന് പകരം വെറുതെ താണ്ടെ അതും ഇതൊക്കെ പറഞ്ഞ് ശത്രുത ഉണ്ടാക്കുന്ന എന്തിനാ? അളിയനിപ്പോൾ വന്നില്ലെങ്കിലും അവൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കും. അത് അച്ഛനെന്ന് പറയുന്ന നിങ്ങളുടെ സാന്നിധ്യത്തിലാകുമ്പോൾ അതിൻ്റെ വിലയൊന്ന് കൂടും. സ്വന്തം മകൻ ഭാര്യ വീട്ടുകാരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അച്ഛൻ്റെ പേരും പറഞ്ഞ് നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം വന്നോണം. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനവും ഉണ്ടാക്കണം. കടമകൾ മറന്നുകൊണ്ട് ജീവിച്ചിട്ട് മകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നിരാശ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ആ ഒരു ദുഃഖം നിങ്ങൾ ഏത് ക്ഷേത്രത്തിലൊക്കെ പോയി കുളിച്ചു തൊഴുതാലും അത് നിങ്ങളെ വിട്ടു പോവില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇനി അളിയൻ്റെ ഇഷ്ടം. ഗോപാലേട്ടൻ വിഷമത്തോടെ ഇങ്ങനെ മോനെ നോക്കുന്നുണ്ട്. അനൂപും അവൻ്റെ അച്ഛനെ ഇങ്ങനെ നോക്കുവാണ്. ഈ സമയം വിഷ്ണുവും കമലിനും കൂടെ ഓട്ടോയിൽ സാബു വർഗീസ് പറഞ്ഞ് ആ സ്ഥലത്തോട്ട് വന്നിരിക്കുവാണ്. എടാ കമല, സാബു സാറ് പറഞ്ഞ ആ ആൾ ഇതിനകത്ത് എവിടെയോ ഉണ്ട്. അതിന് ആശാൻ്റെ നമ്പർ തന്നില്ലേ? ആ നമ്പരൊക്കെ ഉണ്ട്. എന്നാൽ ആശാൻ ധൈര്യത്തെ പോയി കണ്ടിട്ട് വാ. ഞാൻ നമ്മുടെ ഓട്ടോശ്രീയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. അപ്പോഴകത്തുനിന്ന് ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയോട് നമ്മുടെ വിഷ്ണു ചോദിക്കുന്നു, ഞാൻ സാബു വർഗീസ് സാറ് പറഞ്ഞിട്ട് വന്നതാ, സാറ് വന്നിട്ടുണ്ട്, നേരെ ചെന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ സാറ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പോകുന്നുണ്ട്. അങ്ങനെ വിഷ്ണു രമേശൻ സാറിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇതൊരു താൽക്കാലിക വേക്കൻസിയാണ്. നിലവിലുള്ള ജോലിക്കാർ ലീവ് എടുത്ത് പോകുമ്പോൾ മാത്രമാണ് ഈ വേക്കൻസി കൊടുക്കുന്നത്. അത് സാബു സാർ എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഉത്തരവാദിത്വം, അത് ഈ ജോലിക്ക് മസ്റ്റാണ്. പിന്നെ വിഷ്ണുവിന് അറിയാലോ, നമ്മൾ സുരക്ഷിതമായി കൊണ്ടുപോകുന്നത് നമ്മളെ ഭരിക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥരെയാണ്. അതിൻ്റെ ഒരു ബഹുമാനം വിഷ്ണുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും വേണം. പിന്നെ അച്ചടക്കം, അത് കഴിഞ്ഞാൽ വേണ്ടത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. വിഷ്ണു ഒന്ന് ഞെട്ടി. സ്വഭാവ സർട്ടിഫിക്കറ്റ് ആര് കൊടുക്കാനാ വിഷ്ണുവിന്? തല്ലുവടിയും ഗുണ്ടായുസവും കൊണ്ട് കാണുന്ന വിഷ്ണുവിനാരാ നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നത്? സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ എനിക്കിവിടെ തന്നിരിക്കുന്നത് KPT ഗ്രൂപ്പിൻ്റെ ചെയർമാനായ സാബു വർഗീസ് സാറാണ്. അപ്പോൾ പിന്നെ സാറിന് നല്ലോണം അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കുമല്ലോ വിഷ്ണു. അപ്പോൾ അക്കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. ഈശ്വര രക്ഷപ്പെട്ടെന്നിങ്ങനെ വിഷ്ണു മനസ്സിൽ പറയുന്നുണ്ട്. വിഷ്ണു ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് വിഷ്ണു ഫോട്ടോയൊക്കെ കൊടുക്കുന്നു. രമേശ് സാർ വാങ്ങി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, യൂണിഫോമിൻ്റെ പൈസ ഞാൻ ശമ്പളത്തിൽ പിടിച്ചോളാം,
ഇപ്പോൾ ദാ യൂണിഫോം തരുവാണെന്ന് പറഞ്ഞ് യൂണിഫോം വിഷ്ണുവിന് കൊടുക്കുന്നുണ്ട്. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് വേണം ഡ്യൂട്ടി കയറാൻ. പിന്നെ ഓടിക്കുന്ന വണ്ടിയുടെ താക്കോലും ഒക്കെ കൊടുക്കുന്നുണ്ട്. വിഷ്ണു വണ്ടി പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ പറഞ്ഞ് രമേശ് ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ കൊടുത്തു വിഷ്ണുവിന്. വിഷ്ണു പുറത്തോട്ട് പോയതിന് ശേഷം വീണ്ടും രമേശ് ആ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു എന്നിങ്ങനെ പറയുന്നു, എന്താണോ ഇനി വിഷ്ണുവിനെയൊക്കെ നേരത്തെ അറിയാവോ, വിഷ്ണുവിൻ്റെ ഗുണ്ടാവിലാസങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. പുറത്ത് കാത്തു നിൽക്കുന്ന കമലിനോട് വലിയ സന്തോഷത്തോടെ വന്ന് പറയുക, ഡാ ഇത് കണ്ടോ, സർക്കാരിൻ്റെ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് എന്നും പറഞ്ഞാൽ ചാവി കാണിക്കുവാണ്. ഇതെൻ്റെ യൂണിഫോം. അയ്യോ ആശാനെ, വെള്ളയും അതെന്താടാ? അയ്യോ ആശാനെ സൂക്ഷിച്ചോണേ, ചെളിയൊന്നും ആക്കല്ലേ. അപ്പോഴെൻ്റെ ആശാന് സംഗതി കിട്ടിയല്ലോ. പിന്നെ കിട്ടാതെ വിളിച്ച് പറഞ്ഞത് ആരാടാ? KPT ഗ്രൂപ്പിൻ്റെ ചെയർമാനല്ലേ? അല്ല ആശാനെ, ആശാൻ ഓടിക്കേണ്ട വണ്ടി ഏതാ? അത് നോക്കട്ടാ, ഞാൻ ലോക്കെന്നെടുക്കട്ടെ. എനിക്കുള്ള വണ്ടി ഇവിടെ എവിടെയോ കിടപ്പുണ്ട്. എന്നിട്ട് നോക്കുന്നുണ്ട്. എടാ കമല, ഞാൻ ഒന്നുകൂടെ ഒന്ന് അൺലോക്ക് ചെയ്യാം, നീ ഒന്ന് നോക്കിക്കുക വണ്ടി എവിടെയാ കിടക്കുന്നതെന്ന്. അങ്ങനെ കമല നോക്കുവാണ് വണ്ടി എവിടാണെന്ന്. അയ്യോ ആശാനെ, അതുകൊണ്ട് വാഹനം കണ്ട്, അത് തന്നെ ആശാനെ വാഹനം. എൻ്റെ ആശാന് ഭാഗ്യമുണ്ടെങ്കിൽ കൈക്കൂലിക്കാരനായ ഏറ്റവും വലിയ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വണ്ടി തന്നെ ആയിരിക്കും ഓടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ശമ്പളവും കിട്ടും, കിമ്പളവും കിട്ടും. എൻ്റെ ആശാൻ്റെ പോക്കറ്റ് എപ്പോഴും വീർത്തിരിക്കും. അതൊന്നും വേണ്ടടാ കമല, മനസമാധാനത്തോടൊന്ന് ജോലി ചെയ്താൽ മതി, എനിക്ക് അത്രയും മാത്രം മതി. അങ്ങനെ വിഷ്ണുവും കമലിനും കൂടെ വണ്ടിയുടെ അടുത്തോട്ട് വന്ന് നോക്കുമ്പോൾ വണ്ടിയിൽ എഴുതിയിരിക്കുന്ന ജില്ലാ കളക്ടർ. എൻ്റെ ദൈവമേ, വിഷ്ണു താണ്ട അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നു. കമലിനാന്ന് കിളി പോയതുപോലെ നിൽക്കുന്നു. ആശാനെ പണി പാളിയല്ലോ. വിഷ്ണുവാണെങ്കിൽ ശാലിനിയോട് രാത്രിയിലന്ന് പറഞ്ഞതൊക്കെ ഓർക്കുക. ശാലിനിക്കൊരു സസ്പെൻസൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കുക. ശാരിയെ നോക്കാനൊരു ലേഡി ഡോക്ടർ വന്ന് ശാരിയെ പരിശോധിക്കുന്നുണ്ട്. ശാരദാമ്മയും ശാലിനി അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പരിശോധനയെല്ലാം കഴിച്ചിട്ട് ഡോക്ടർ ചോദിക്കുന്നത്, മോളാണല്ലേ? അതെ, എൻ്റെ മൂത്ത മോളാണ് എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. ഹസ്ബൻഡ് എവിടെയാ? ഡോക്ടർ അങ്ങനെ ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു, ഇപ്പോൾ സ്ഥലത്തില്ല, എന്നാൽ പുള്ളിയെ വിളിച്ച് സന്തോഷ വാർത്ത പറഞ്ഞേര്, ഷീ ഈസ് പ്രഗ്നൻറ്റ് എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോൾ ശാരി അങ്ങ് സന്തോഷത്തോടെ എഴുന്നേക്കുവാണ്. ശാരദാമ്മയും ശാലിനി എല്ലാവരും സന്തോഷത്തിനിങ്ങനെ വായുമ്പളന്ന് നിൽക്കുവാണ്. എൻ്റെ ശാരിയേച്ചി കോളടിച്ചല്ലോ എന്നും പറഞ്ഞ് ശാലിനി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ്. ശാരദാമ്മ പറയുന്നു, മോളെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോടെ ഈ സങ്കടമൊക്കെ മാറ്റാൻ ഈശ്വരൻ ഒരു വഴി കാണിക്കുമെന്ന്. നിനക്ക് ലാളിക്കാനും ഓമനിക്കാനും ഒക്കെ ഒരു കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എൻ്റെ മോടെ ഈ സങ്കടമൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഡോക്ടർ പറയുന്നു, ഒരിക്കൽ അബോർഷൻ ആയതുകൊണ്ടേ നിങ്ങൾ വളരെയധികം കെയർ എടുക്കേണ്ടി വരും. 1-2 ആഴ്ച ഫുൾ റെസ്റ്റ് എടുക്കണം. ഞാൻ കുറച്ച് മെഡിസിൻസൊക്കെ കുറിക്കുന്നുണ്ട്. ഈ മെഡിസിൻ ഇന്ന് തന്നെ വാങ്ങിയിട്ട് ഇന്ന് തന്നെ കഴിച്ചു തുടങ്ങുകയും വേണം. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്തോളൂ. ഫോർമാലിറ്റീസ് ഒന്നും നോക്കണ്ട, എത്ര രാത്രി ആയാലും വിളിച്ചോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇറങ്ങുന്നുണ്ട്. ശാരദാമ്മ സന്തോഷത്തോടെ ശാരിമോടെ തലയിലൊക്കെ ഇങ്ങനെ തടവിയിട്ട് പറയുന്നു, ഇനി നിന്നെ ഉപേക്ഷിച്ച് പോയവരൊക്കെ നിന്നെ തേടി ഇവിടെ എത്തും. ഈ ഒരു സന്തോഷ വാർത്തയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ വിവരം അറിയുമ്പോൾ രാജീവിന് സന്തോഷമാകും മോളെ. എൻ്റെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, രാജീവേട്ടൻ്റെ അമ്മ കഴിഞ്ഞേ എന്തുള്ളൂ. ഇപ്പോഴും എന്നേക്കാൾ ഇഷ്ടം രാജീവേട്ടൻ്റെ അമ്മയെ തന്നെയാണ്. എന്നാൽ എൻ്റെ മോള് ആ ഇഷ്ടം നിന്നോടും നിൻ്റെ കുഞ്ഞിനോടും ആക്കിയെടുക്കണം. എന്നാലേ മോളെ നിൻ്റെ ജീവിതത്തിൽ ഉറപ്പുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും ശാരിക സന്തോഷത്തോടെ ശാരദാമ്മയുടെ മടിയിലോട്ട് തലവെച്ചങ്ങ് കിടക്കുവാണ്. എത്ര നാളായമ്മ ഞാൻ എൻ്റെ അമ്മയുടെ മടിയിലിങ്ങനെ തലവെച്ച് കിടന്നിട്ട്. ശാരദാമ്മ ഇങ്ങനെ ശാരിയെ തടയിക്കൊണ്ട് മനസ്സിൽ പറയുക, രാജീവിനെ ഉടനെ വിളിച്ചു വരുത്തണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി ഈ വീട്ടിൽ മറ്റൊരു ശാരദ വേണ്ട. വിഷ്ണുവും കമലിനും കൂടെ ജില്ലാ കളക്ടർ എഴുതിയ വണ്ടിക്ക് ചുറ്റും ഇങ്ങനെ നടക്കുവാണ്. ആശാനെ, ഇത് ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്താടാ ശരിയാകാതിരിക്കാൻ? എൻ്റെ ആശാനൊരു ഒന്നാന്തരം ആണല്ലേ ആശാനെ, അതിനെന്താടാ? ആശാനെ ഈ ഒറ്റ ജോലിക്ക് കയറിയാൽ പിന്നെ ആശാനുണ്ടായിരുന്ന വില പിന്നെ എവിടെ പോയി നിൽക്കുമെന്ന് ആശാനി പറയുന്നത്? മൊത്തത്തിൽ ഒരു പുല്ല് വിലയായിരിക്കും ആശാനെ. എടാ, എല്ലാ ജോലിക്കും അതിൻ്റെതായ മാഹാത്മ്യം ഉണ്ടെന്ന് പറഞ്ഞത് തന്നെ ശാലിനിയാണ്. അതുകൊണ്ട് അവളുടെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് നല്ല എതിർപ്പുണ്ട് ആശാനെ. അതും സ്വന്തം ഭാര്യയുടെ ഡ്രൈവറായിട്ട് എൻ്റെ ആശാൻ ജോലി നോക്കുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ നാവിന് തന്നെ ലജ്ജ തോന്നുക. ഇവിടെ കമല, ഇതാ എനിക്ക് നിന്നെ മനസ്സിലാകാത്തത്. ഇവിടെ ഭർത്താവ് പോലീസുകാരനും ഭാര്യ അതേ സ്റ്റേഷനിലെ SI ആയിട്ടും എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്കെന്താ ദാമ്പത്യമില്ലേ? അവരുടെ കുട്ടികളൊക്കെ നല്ല നിലയിലല്ലേ വളരുന്നത്? എടാ കമല, ഞാൻ പറയുന്നത് നീ കേക്ക്. സ്നേഹത്തിൻ്റെ മുന്നിൽ അങ്ങനെ വലിപ്പവും ചെറുപ്പവും ഒന്നൊന്നുമില്ല. അത് നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലേടാ കമല. എന്താടാ നീ ഇങ്ങനായി പോയേ?
അതെ ആശാനെ, എനിക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ആശാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആശാന്റെ ലോകം എന്ന് വെച്ചാൽ മറ്റെന്തൊക്കെയോ. പക്ഷേ എൻ്റെ ലോകം എന്ന് വെച്ചാൽ എൻ്റെ ആശാന. നിഴല് പോലെ ഞാനിങ്ങനെ കൂടെ നടക്കുന്നത് എന്താണെന്നറിയാവോ? പഴയ വീരചരിത്രമുള്ള ആരാധന കൊണ്ടാ. ആ വീര ആരാധനയ്ക്കൊരു കോട്ടം തട്ടുമോ എന്നൊരു സംശയം, അതുകൊണ്ട് പറഞ്ഞു പോയത് ആശാനെ. എടാ കമല, ഇങ്ങോട്ട് നോക്കടാ. എടാ നീ കരയുവാണോ? എടാ നീ ഇങ്ങനെ സെൻറ്റിയാകല്ലേടാ. എടാ ഞാൻ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കൂടെ അല്ലല്ലോ പോകുന്നത്, എൻ്റെ പെണ്ണിൻ്റെ കൂടെ അല്ലേ പോകുന്നത്. എനിക്ക് എന്തിനും അധികാരമുള്ള, വേണ്ടി വന്ന വരച്ച വരെ നിർത്താൻ പോലും സ്വാതന്ത്ര്യമുള്ള എൻ്റെ ഭാര്യയുടെ മുന്നിലല്ലേടാ ഞാൻ ഡ്രൈവറായിട്ട് പോകുന്നത്. ഈ വേഷം കെട്ടി ഒരു നേരം പോക്ക് പോലെ അങ്ങ് പോവട കമല. പിന്നെ കൂടുതൽ ഭാവമൊക്കെ കാണിച്ച വീട്ടിൽ വരുമ്പോൾ 2 പൊട്ടിയിലൊക്കെ പൊട്ടിക്കാനേ ഈ ജോലി ഉണ്ടെങ്കിലെല്ലാം എനിക്ക് പറ്റത്തുള്ളൂ. വേറെ ആർക്കാടാ കമല ഇങ്ങനൊരു അവസരം കിട്ടുന്നത്? വിഷ്ണു അങ്ങനെ എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും കമലൻ്റെ മുഖത്തൊന്നും സങ്കടം മാറുന്നില്ല. കമലന് നല്ല സങ്കടമുണ്ട്. പിന്നെ ജോലി സ്ഥലത്തെങ്ങാനും വെച്ച് അവളുടെ പവർ കാണിച്ചാൽ ഞാൻ വീട്ടിൽ വന്നിട്ട് ഭർത്താവെന്നുള്ള പവർ ഞാൻ അവളോട് കാണിക്കും. ആശാനെ എന്തൊക്കെ പറഞ്ഞാലും അടി ഇടി ഒതയാട്ടൊക്കെ നടന്ന എൻ്റെ ആശാനിപ്പം ഏട്ടത്തിയമ്മയുടെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി ഓശാനിച്ച് നിൽക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല ആശാനെ, എനിക്ക് പറ്റില്ല. എടാ കമല, നീ ഇങ്ങനെ വീണ്ടും വിഷമിക്കാതെടാ. എടാ ഈ ഡ്രൈവർ പണിയും ഭർത്താവും വലിയ വ്യത്യാസമൊന്നും ഇല്ലടാ. ഞാൻ വേണമെങ്കിൽ നിനക്കൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മളെല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഒരു യാത്ര പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആരാ കാർ ഓടിക്കുന്നത്? ഭർത്താവല്ലയോ? അതപ്പോൾ ആ വീട്ടിലെ ഡ്രൈവറായിട്ടാണോ? അല്ലല്ലോ, അതല്ല. എടാ അത്രയേ ഉള്ളടാ. ഇപ്പം നീ ഓക്കെ ആയില്ലേ? എന്നാലും ആശാനെ. എടാ കമല, ഓരെന്നാലും ഇല്ല. എടാ ഇതൊരു സുഖം തരുന്ന ജോലിയാടാ. എന്ന് എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖം. എടാ ഞാൻ ഈ ജോലി അങ്ങനെ കാണുന്നുള്ളു. ഇപ്പോഴാണ് കമലനൊരു ചിരി വരുന്നത്. എൻ്റെ കൊച്ചുകള്ളൻ ആശാനെ. ആശാൻ്റെ മനസ്സിലപ്പോൾ ഇതൊക്കെയാണില്ലേ? എടാ എനിക്ക് അവളോടുള്ള പ്രണയത്തിന് അതിരുകളില്ല. ഇനിയിപ്പോൾ ആ പ്രണയം അളക്കണമെങ്കിലോ അത് അളക്കാനുള്ളൊരു അളവ് പാത്രവും ഇല്ല. ഇനിയിപ്പോൾ ഉണ്ടായാൽ തന്നെ അതിലൊട്ട് കൊള്ളത്തതുമില്ല. ഇന്നു മുതലേ ഞങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു പ്രണയ ദിനം കൂടെ തുടങ്ങുവാണെന്ന് നീ വിചാരിച്ചാൽ മതിയടാ. എങ്കിലും ഓക്കെ ആശാനെ, ഞാനും ഹാപ്പി, എൻ്റെ ആശാനും ഹാപ്പി, അങ്ങനെ എൻ്റെ ഏട്ടത്തിയമ്മയും ഹാപ്പി. അങ്ങനൊക്കെ പറയാൻ വരട്ടടാ. എൻ്റെ വിശ്വരൂപമേ എൻ്റെ ഏട്ടത്തിയമ്മ കണ്ടിട്ടില്ലല്ലോ, അറിയാനും യാതൊരു മാർഗവും ഇല്ല. അങ്ങനെ കടമ്പ ഒന്ന് ചാടിക്കടക്കാൻ പറ്റുമോയെന്നൊന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ തീരുമാനിക്കാം. അപ്പോഴാ സമയത്ത് അനു വിഷ്ണുവിൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറയുന്നു, പുതിയ ഡ്രൈവറല്ലേ? അതെ എന്ന് വിഷ്ണു പറയുമ്പോൾ, എങ്കിലേ മേഡത്തെ വിളിക്കാൻ പോകണം, മേഡത്തിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇട്ടുതരാം, പെട്ടെന്ന് തന്നെ പോണേ. ഓ പോയേക്കാവേ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിലൊക്കെ മേഡം വളരെ സ്ട്രിക്റ്റാ. ഓ ഓക്കെ എന്നൊക്കെ വിഷ്ണു സമ്മതിക്കുന്നു. വിഷ്ണു ചിരിച്ചോണ്ട് കമലിനോട് പറയാ, എടാ എൻ്റെ ഭാര്യയെ വീട്ടോട്ട് ഇവളുടെ ലൊക്കേഷൻ എന്തിനാടാ? പിന്നെ വേറൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ചിരി വന്നടാ കമല. അതെന്തോ ആശാനെ? മേഡം ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് എന്നും പറഞ്ഞ് അവർ രണ്ടുപേരുടെ പൊട്ടിച്ചിരിക്കുക. അപ്പോൾ കമല, പൊന്നു മോനെ, തൽക്കാലം എൻ്റെ ഓട്ടോശ്രീ മോളെ നിന്നെ ഞാൻ ഏൽപ്പിക്കുക. ആശാനെ എന്തോ പറഞ്ഞ? സത്യം, അതേടാ സത്യം. അങ്ങനെ വിഷ്ണുവിൻ്റെ ഓട്ടോറിക്ഷയുടെ കീ കമലൻ്റെ കൈ കൊടുക്കുവാണ് വിഷ്ണു. എടാ പൊന്നു പോലെ നോക്കിക്കോണേടാ എൻ്റെ ഓട്ടോശ്രീ മോളെ. അങ്ങനെ കമലൻ വിഷ്ണുവിന് ആ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. വിഷ്ണു അങ്ങനെ സന്തോഷത്തോടെ ആ കളക്ടറെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ വിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരം ഇവിടെ തുടങ്ങുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കമലനെ വിഷ്ണു അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പോയിട്ട് വരാടാ കമല എന്നും പറഞ്ഞ് വിഷ്ണു ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ശാരദാമ്മ ശാരിയെ ഓരോന്നും പറഞ്ഞ് സമാധാനപ്പെടുത്തുക. എൻ്റെ മോൾ ഇവിടെ വന്നതിന് ശേഷം നിൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദൈവം അറിഞ്ഞ് നിനക്ക് തന്നിരിക്കുന്ന ഈ സമ്മാനം. അപ്പോൾ ശാലിനി അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, ഇത് ആദ്യം അറിയിക്കേണ്ട ഒരാളുണ്ട് രാജീവ് സാറ്. ശാരദാമ്മയും പറയുന്നു, ഒരു കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എല്ലാം മാറും. രാജീവ് ഇത് അറിയുമ്പോൾ എൻ്റെ മോളോടുള്ള സ്നേഹം കൂടും മോളെ. അപ്പോൾ ശാലിനിക്ക് പോകാനുള്ള വണ്ടിയുമായി നമ്മുടെ വിഷ്ണു അവിടെ എത്തിക്കഴിഞ്ഞ് വിഷ്ണു ഹോൺ അടിക്കുന്നുണ്ട്. ശാലിനിക്ക് അറിയില്ലല്ലോ വന്നിരിക്കുന്ന വിഷ്ണു ആണെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി വന്ന് വിഷ്ണുവിനെ കാണുമോ അതോ വിഷ്ണു വന്ന് ശാലിനിയെ കാണുമോ? ഇനി എന്താണ് അവർക്കുള്ളിൽ നടക്കാൻ പോകുന്നത്? പിണക്കമാണോ ഇണക്കമാണോ എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.